ദീപക് ധർമ്മടം, അങ്ങനെ ഒരു പാർട്ടി കോൺഗ്രസിന് കൂടി അവസാനമാവുകയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി എത്തുന്നു എന്നുള്ളതാണല്ലോ. പോളിറ്റ് ബ്യൂറോയിൽ ഉടലെടുത്ത ഭിന്നതയ്ക്ക് ഒടുവിലാണ് എം എ ബേബിക്ക് നറുക്കു വീണത് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. CPIM കേന്ദ്ര നേതാക്കൾക്കിടയിലെ അനൈക്യത്തിനും ബേബി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24-ാം പാർട്ടി കോൺഗ്രസ് വിവിധങ്ങളായ ചില സംഘടനാപരമായ തീരുമാനം ഒപ്പം തന്നെ രാഷ്ട്രീയമായ തീരുമാനം എടുത്തിരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകം പാർട്ടി വീണ്ടും തെറ്റിദ്ധരുത്തൽ പ്രക്രിയയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സംഘടനാപരമായി. മറ്റൊന്ന് രാഷ്ട്രീയമായി BJP സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ PB-യിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വിജു കൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യത്തെ ചോദ്യം, ഈ പാർട്ടി കോൺഗ്രസ് പുതിയ ചുമതലയിലേക്ക് വിജു കൃഷ്ണനെ മാറ്റുകയാണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെമ്പറിൽ നിന്നും PB-യിലേക്ക്. എത്രമാത്രം വലിയ ഉത്തരവാദിത്തം! മാത്രമല്ല രാജ്യം ക്രൂഷ്യലായി പാർട്ടി പല നിലപാടുകളും ശക്തമായി എടുക്കേണ്ട ഘട്ടത്തിലാണ്. വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കലക്റ്റീവ് ഫങ്ഷനിങ് ആണ്. ഈ അഖിലേന്ത്യാ പാർട്ടി കോൺഗ്രസിൽ എടുത്ത തീരുമാനങ്ങൾ ഇന്ന് വർഗീയ ഫാസിസ്റ്റുകളുടെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. അതിനെതിരെ ഒരു പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാനും കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ചില നയങ്ങളുണ്ട്, അതിനെതിരെയും കർഷകരെയും തൊഴിലാളികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് വലിയ സമരങ്ങൾക്കാണ് തീരുമാനമെടുത്തത്. പ്രധാനപ്പെട്ട കാര്യം സംഘടനാപരമായി എത്രമാത്രം പ്രാധാന്യം, പ്രത്യേകിച്ചും കൊൽക്കത്ത CCയിൽ തീരുമാനിച്ച വീണ്ടും നടപ്പിലാക്കേണ്ട അവസ്ഥ. അല്ല, തീർച്ചയായിട്ടും സംഘടനയിലെ എല്ലാ തലത്തിലും, ഏരിയ കമ്മിറ്റി ആയാലും ജില്ലാ കമ്മിറ്റി ആയാലും എല്ലാ തലത്തിലും നിരവധി ചെറുപ്പക്കാർ ഈ സമ്മേളന കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് 3 ടേം എന്ന ഒരു തീരുമാനവും 75 വയസ്സ്, ഈ രണ്ടും വളരെ പറയുന്നത്